ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്വാതിക കരാട്ടിൽ ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ഓഫീസ് ഡേ വ്ലോഗാണ്. ഞാൻ ഓഫീസിൽ പോകുന്നതും അവിടെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ എൻ്റെ പോസ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു സാധനം എടുക്കാൻ മറന്നു പോയത് തിരിച്ചറിഞ്ഞത്. ഞാൻ തിരിച്ച് വന്ന് ആ സാധനമാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ സാധനം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും കണ്ണാടി കണ്ടപ്പോൾ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ എൻ്റെ ചെരുപ്പാണ് മറന്നു പോയത്. ഹീൽസ് ഇല്ലാണ്ട് നമുക്ക് ഓഫീസ് വരെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചെരുപ്പൊക്കെ വലിച്ച് കയറ്റി ID കാർഡ്, ID കാർഡ് ഈസ് എ മസ്റ്റ്, അതൊക്കെ ഇട്ടില്ലേന്ന് വീണ്ടും ഞാൻ ഉറപ്പ് വരുത്തി. ആൻഡ് ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാണ്. എൻ്റെ ക്യൂട്ട്നെസ് കഴിയുമ്പോഴേക്കും മിക്കവാറും അവിടെ കമ്പനി അടയ്ക്കും. ഓക്കെ, സോ കുട നമ്മൾ എന്തായാലും എടുക്കണം, കാരണം ഇപ്പോൾ നല്ല വെയിലാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ നോക്കി കുറേ ക്യൂട്ട്നെസ്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇതാണ് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴി. അപ്പം സാധാരണ ഇവിടെ രാവിലെ ഈ നേരത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ചില സമയത്ത് ഇടിച്ച് കയറി ചില വണ്ടികളൊക്കെ വരും. അപ്പോൾ നമ്മൾ മാറി നിന്നില്ലെങ്കിൽ അവർ നമ്മൾ ഇടിച്ചിട്ട് പോവുകയും ചെയ്യും. ഈ മൊബൈലും പിടിച്ച് ഈ വഴി കൂടെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് താഴെ ഞാൻ മറ്റേ ഡിസ്ക്ലെയിമർ കൊടുത്തേക്കാം, എന്നെ കണ്ട് ആരും അനുകരിക്കരുതെന്ന്. പിന്നെ നിഴലിനെയൊക്കെ നോക്കി ഞാനിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ മാർട്ടിൻ പള്ളി എത്തിയപ്പോൾ പിന്നെ ഒരു സമാധാനം കിട്ടി. ഇനി കുറച്ച് നേരം കൂടെ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞതാരും മറന്നില്ലായിരിക്കുന്നു. ഞാൻ പേസ്റ്റും ടങ് ക്ലീനറും എടുക്കാൻ മറന്നിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ള ഒരു കടയിൽ കയറി ഞാൻ എൻ്റെ മുന്നിൽ പേസ്റ്റ് ഉണ്ടെങ്കിലും കുറേ നേരം പേസ്റ്റ് തപ്പിയിരുന്നു. അവസാനം എനിക്ക് പേസ്റ്റ് കിട്ടി. ആൻഡ് ഞാൻ ഈ കാണിച്ച ബിൽഡിങ്ങിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പല പല ഫ്ലോറിലായിട്ട്. സോ ഹൈലൈറ്റ് പ്ലാറ്റ്നോ, ദിസ് ഇസ് വെർ ഐ വർക്ക്. അവസാനം ഞാൻ ലേറ്റായെന്ന് തോന്നുന്നു, ആരെയും കാണാനൊന്നുമില്ല. അങ്ങനെ ഞാൻ പാർക്കിങ്ങിലെത്തി. ഇനി നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്ക് എത്തണം. സോ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറേ കാർ, ബൈക്ക്, അങ്ങനെ ബൈക്കില്ല, അത് കാർ പാർക്കിംഗ് ഏരിയയാണ്. സോ കാർ മാത്രമേ കാണുള്ളൂ, ബൈക്ക് താഴെയാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോർഡ് ഞാൻ കണ്ടു. അത് വായിക്കാൻ വേണ്ടി ഞാൻ റിവേഴ്സ് അടിച്ച് വന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പാർക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്, മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ. അതുകൊണ്ട് ഇവിടെ ഈ വണ്ടിയൊക്കെ ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും മാനേജ്മെൻറ്റ് റെസ്പോൺസിബിൾ അല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ അവസാനം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. നമുക്ക് പോകേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. ഇവിടെ ആക്ച്വലി 3 ലിഫ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാത്തിൻ്റെയും മുകളിൽ പിടിച്ച് ഞാൻ കുത്തിയിട്ടുണ്ട്, ഏതാദ്യം തുറക്കുമെന്ന് അറിയില്ല. അങ്ങനെ ലിഫ്റ്റിൽ കുറേ പേരുള്ളതുകൊണ്ട് ഞാൻ ലിഫ്റ്റിൻ്റെ അകത്തുള്ളതൊന്നും കാണിച്ചിട്ടില്ല. ആൻഡ് നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോർ എത്തി. ദിസ് ഈസ് മൈ ഓഫീസ്, ടാൽറോപ്പ്. അപ്പോൾ ടാൽറോപ്പ് എന്താണ്, ഇവിടെ എന്താണ് എൻ്റെ ജോബ്, എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ഞാൻ ഒരു വ്ളോഗ് അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെയാണ് നമ്മളുടെ ഒരു കഫറ്റേരിയ സെറ്റപ്പ് ഇരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. ഞാൻ വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഇവിടെ എല്ലാവരും ഓരോരോ വർക്കിലാണ്. സോ വന്നു, ഞാൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോഴേക്കും മൂക്കിൽ എന്തോ പോയി. അത് കഴിഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് എടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. കാരണം കുറച്ച് ദിവസമായി ലാപ്ടോപ്പൊക്കെ തുറന്നിട്ട്. അപ്പോൾ ബാഗിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് എടുത്തു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് ക്യാമറയിലോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മോഹൻലാൽ കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് നാച്ചുറൽ ആക്ടർ അത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് എനിക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പണി തുടങ്ങാൻ ആരംഭിച്ചു. ആൻഡ് ദിസ് ഇസ് മൈ ലാപ്ടോപ്പ്. ഇവിടെ വീണ്ടും ഞാൻ ക്യാമറ ഇപ്പുറത്തെ ആംഗിളിലോട്ടേക്ക് വെച്ചു. ഇവിടെയും ഇടയ്ക്ക് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നതിൻ്റെ നാച്ചുറൽ ആക്ടിങ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ആൻഡ് എൻ്റെ ബിസിനസ് അക്കൗണ്ട് ആൻഡ് മൈ ബിസിനസ് നമ്പറൊക്കെയുള്ള ഒരു മൊബൈലാണ് ഇപ്പം ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ ബാക്കി വെച്ചിരുന്ന കുറച്ച് അപ്പോയിൻമെൻറ്റ്സ്, മീറ്റിങ്സ്, കുറച്ച് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് നമ്മളുടെ ഓഫീസ് വർക്ക്സൊക്കെ, ബാക്കി പെൻഡിങ് വർക്ക്സ്, ഫോളോയിങ് അപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചെൻ്റെ ആക്ടിങ് ആണ് ഞാനവിടെ ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട്, ബട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് അവിടെ. ആൻഡ് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ പേര് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ വളരെ ഫോക്കസ്ഡാണ് എൻ്റെ വർക്കിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി ടീ ടൈം. അപ്പോൾ ഞാൻ നേരെ പോയി കപ്പൊക്കെ ഭയങ്കര സ്റ്റൈലായി വെച്ച് ടീ ഒക്കെ കുത്തി. പക്ഷേ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളമാണ്. നല്ല വൃത്തിക്ക് ഞാൻ ചമ്മി. അപ്പോൾ ഞാൻ ആരും കാണാതെ പെട്ടെന്ന് അതെല്ലാം കഴുകി വെച്ച് ബാത്റൂമിലേക്ക് വന്നു. ഞാൻ ചമ്മിയതവിടെ കുറച്ച് പേര് കണ്ടു, പക്ഷെ ആരും കണ്ടില്ല എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഞാനിവിടെ ഭയങ്കര സ്റ്റൈലിഷ് ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ സ്വയം എന്നെ തന്നെ ഹീൽ ചെയ്യുന്നതും എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മൾ എത്ര ആൾക്കാരുടെ ഇടയിൽ നാണം കെട്ടാലും, നമ്മുടെ മാനം പോയാലും, നമ്മളിങ്ങനെ ഭയങ്കര പോസിറ്റീവായി ചില്ലായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. എനിക്കൊന്നും ഒരു വിഷയമല്ല. ആൻഡ് മണ്ടിയായി ഞാൻ ഫ്രണ്ട് ക്യാമറ പൊത്തി, പക്ഷേ ക്യാമറ ഓഫ് ആയില്ല. കാരണം അത് തിരിച്ചാണല്ലോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ടാറ്റ കാണിച്ചു.
ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓഫീസ് ഇരിക്കുന്ന സെക്കൻഡ് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു കോറിഡോർ വഴി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ബട്ട് ഞാൻ നടക്കുന്നൊരു പാത്തിൽ ഇപ്പോൾ ആരുമില്ലെന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു സ്പോട്ടുണ്ട്. ലൈക്ക് ഇത് സെക്കൻഡ് ഫ്ലോറാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ചായയൊക്കെ കുടിച്ച് ഇവിടെയൊക്കെ നിൽക്കാം. താഴെ ഒരു ചേട്ടൻ നടക്കുന്നുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ കാണിക്കാനില്ല. ആൻഡ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ എൻ്റെ നോട്ട് പാഡ് എടുത്ത് നാളേക്കുള്ള മീറ്റിംഗ് ഷെഡ്യൂൾസിന് ആരെയൊക്കെ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ ഒരു ചിന്തയിൽ തന്നെ ഒരു കാവ്യാത്മകത നിങ്ങൾ കാണുന്നില്ലേ? ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിലോട്ടേക്ക് നോക്കുന്നത് ഞാൻ അറിയാതെ നോക്കുന്നതാണ്. എന്നിലെ ആക്ടർ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു. ആൻഡ് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാനത് നിർത്തി. സോ ഇനിയൊന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല. ഞാൻ തിരിച്ചിപ്പോൾ എൻ്റെ PGയിലോട്ടേക്ക് എത്തി. സോ പ്ലീസ് ഗൈസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.